കേൾക്കാം. മകളെയും കൊണ്ടുകടന്ന യുവാവിന്റേത് കാമുകിക്കൊപ്പമുള്ള ഒളിച്ചോട്ടമെന്ന് സംശയം. യുവാവും യുവതിയും കൈക്കുഞ്ഞുമായി കൊണ്ടോട്ടിയിലെ ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാമുകി ഇതര സംസ്ഥാനക്കാരിയാണെന്നാണ് സൂചന. അവർക്കൊപ്പവും ഒരു കുട്ടിയുണ്ട്. തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ ആലിങ്ങത്തൊടി മുഹമ്മദ് സഫീറിന്റെ തിരോധാനം സംബന്ധിച്ചാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. ഭാര്യ വീട്ടിൽ നിന്ന് 1 വയസ്സുകാരിയായിട്ടുള്ള തൻ്റെ മോളെയും കൊണ്ട് ഈ യുവാവ് ഒളിച്ചോടിയത് ഒരു കാമുകിയെയും കൊണ്ടാണ്. ഈ കാമുകിയെയും അതോടൊപ്പം തന്നെ ഈ ഒരു ഒളിച്ചോടിയ പിതാവിനെയും കൂടി എന്താ പറയുക കൊണ്ടോട്ടി ഒരു ലോഡ്ജിൽ വെച്ചിട്ട് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട്. സംഭവം ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഈ ഒരു കാമുകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മലയാളിയല്ല എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചാനലിൽ വന്നിട്ടുള്ള ഒരു വാർത്ത നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ ഇവിടെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഒളിച്ചോടിപ്പോയ യുവാവിൻ്റെ ഉപ്പ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കുട്ടീനെ എങ്ങനെയെങ്കിലും കിട്ടിയാൽ മതി എന്നൊക്കെ. ആ വീട്ടിലത്തെ അവസ്ഥകൾ അത്രയും ദയനീയമായിരുന്നു. അപ്പോൾ കല്യാണമില്ല, അപ്പോൾ പ്ലാനിങ്ങോട് പ്ലാനിങ് ആണ്. പിന്നെ അത് മനസ്സിലെ പ്ലാനിങ് ആണ്. ഞങ്ങൾക്ക് വേജാറ് ഇവന് കുട്ടീനെ പോലെ പോയില്ല ചാടി ജീവൻ നോക്കിയാൽ അങ്ങനെ രാത്രി തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയത്. അപ്പോൾ അവർ പിന്നെ ഇന്നലെ വൈകുന്നേരം ആയപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കേട്ട് കുണ്ടോട്ടിയിൽ പിന്നെ ഇവന് കുട്ടി നിൽക്കുന്ന കണ്ടിരുന്നു. ഒരു ഹോട്ടലിൻ്റെ മുമ്പിൽ അവിടുന്ന് പോയി. പിന്നെ അവിടുന്ന് വേറെ ആരോ പറഞ്ഞു കോഴിക്കോട് നിന്ന് വേറെ ബസ്സിൽ നിന്ന് കണ്ടു. ഒരു ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിയാണ്ട് കോഴിക്കോട് സ്റ്റാൻഡിൽ നിൽക്കുന്നു. നിങ്ങൾ ആ വീഡിയോ ഒരുപാട് പേര് കണ്ടതാണ്, ആ ഉപ്പ പറയുന്ന വാക്കുകളൊക്കെ. അപ്പോൾ ഇന്നലെ കോഴിക്കോട് എന്താ പറയുക കേന്ദ്രീകരിച്ച് വലിയ രീതിയിൽ അന്വേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു. കൊണ്ടോട്ടി വന്ന് താമസിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള വിവരം. അത് കഴിഞ്ഞിട്ട് കോഴിക്കോടേക്കാണ് വന്നിട്ടുള്ളത് ഇവർ 2 പേരും കൂടി. ആ ലേഡീസിൻ്റെ കൂടെ ഒരു കാമുകിൻ്റെ കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ കുട്ടിയെ കൂട്ടിയിട്ടാണ് കല്യാണത്തിനെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണമൊക്കെ ഇടിപ്പിച്ചിട്ടാണ് പോന്നിട്ടുള്ളതെന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ ഏറെ ഞെട്ടിക്കുന്ന കുറേ CCTV ദൃശ്യങ്ങളും കൃത്യമായ കാര്യങ്ങളൊക്കെ ഒരു ലൈവായിട്ട് ന്യൂസിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് സത്യമായ കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇത് കേൾക്കാം. മകളെയും കൊണ്ടുകടന്ന യുവാവിന്റേത് കാമുകിക്കൊപ്പമുള്ള ഒളിച്ചോട്ടമെന്ന് സംശയം. യുവാവും യുവതിയും കൈക്കുഞ്ഞുമായി കൊണ്ടോട്ടിയിലെ ഹോട്ടലിലെത്തിയ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കാമുകി ഇതര സംസ്ഥാനക്കാരിയാണെന്നാണ് സൂചന. അവർക്കൊപ്പവും ഒരു കുട്ടിയുണ്ട്. തിരൂരങ്ങാടി വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ ആലിങ്ങത്തൊടി മുഹമ്മദ് സഫീറിന്റെ തിരോധാനം സംബന്ധിച്ചാണ് നിർണായക വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് ഒരു അന്യസംസ്ഥാന തൊഴിലാളിയാണെന്നാണ്. ഇതിപ്പോൾ ഒരു എഡിറ്റർ ലൈവ് എന്ന് പറയുന്ന ഒരു ചാനലിൽ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. അതോടൊപ്പം തന്നെ കൊണ്ടോട്ടിയിലും ഇവർ ഇറങ്ങുന്നത് ഓട്ടോറിക്ഷയിൽ വന്ന് ഇറങ്ങുന്നതും കയറുന്നതും റൂമിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഈ കാമുകിയും ഒരു വേറെ കുട്ടീനെ കൊണ്ട് ഇറങ്ങി വരുന്നതൊക്കെ ആയിട്ടുള്ള CCTV ദൃശ്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ഇതിൻ്റെ കൂടെ ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് സംഭവം അത് ഒളിച്ചോടിയതാണ് ഈ യുവാവ് മറ്റൊരു പെണ്ണിൻ്റെ കൂടെ എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഇവരെ കാണാനില്ലാണ്ടായതല്ല, തുടക്കത്തിൽ പറഞ്ഞ പോലെ. ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു കുട്ടീനെ ആലോചിക്കുമ്പോഴാണ്. കുട്ടീനെ ഇട്ടിട്ട് പോവുകയാണെങ്കിലും കുഴപ്പമില്ല, ആ കുട്ടിയെ ഒക്കെ കൊണ്ടുപോയിട്ട് അല്ലേ എന്താണല്ലേ കഥ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ. ഏതായാലും ആ കുടുംബത്തിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണെന്നല്ല ആ ഉപ്പ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ കുറച്ച് ഭാഗം ഞാൻ കേൾപ്പിച്ചുതരാം ഉപ്പ പറയുന്ന കാര്യങ്ങൾ. അത്രയും വേദനയോട് കൂടിയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന് കുറേ കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് ഇന്നലെ ഇപ്പോൾ നമ്മളുമായിട്ട് പങ്കുവെച്ചത്. പിന്നെ ഈ ഒരു എന്താ പറയുക മലയാളി അല്ലാത്ത ഒരു കാമുകിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ എങ്ങനെ കണ്ടുമുട്ടി എന്താണെന്നൊന്നും നമുക്ക് അറിയില്ല. ഏതായാലും ഇപ്പോൾ നിലവിൽ എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തായി പുതിയ അപ്ഡേറ്റ് എന്തെങ്കിലും കിട്ടിയോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതര സംസ്ഥാനത്തെ ഒരു കാമുകീൻ്റെ കൂടെയാണ് പുള്ളി നൈസായിട്ട് പോയിട്ടുള്ളത് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ള വിവരം. അവരെ ബാക്കി എന്താണ് സംഭവം കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ഇവരെ ആ കുട്ടിനെ ആ കുടുംബത്തിലേക്ക് എത്തിക്കട്ടെ. ബാക്കി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ എന്നിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളിലേക്ക് അങ്ങനെ എത്തിച്ചുകൊണ്ട് നിൽക്കാം. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും അറിയാം, അന്യ സംസ്ഥാനത്തെ അതായത് ഇതര സംസ്ഥാനത്തെ ഒരു കാമുകിയുടെ കൂടെ ഒളിച്ചോടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പുള്ളിക്കാരന് പോയിട്ടുള്ളത്. സ്വന്തം കുട്ടീനെ പുള്ളിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത എന്തോ ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ കുട്ടീനെ പുള്ളി ഉപേക്ഷിച്ച് പോകേണ്ടതാണ്. ഈ കുട്ടീനെ കൂട്ടിയിട്ട് പോകേണ്ട ഒരു കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ആ കുട്ടി ജീവനോടെ തന്നെ നല്ല സേഫായിട്ട് കേടുപാടൊന്നും ഇല്ലാണ്ട് ആ കുടുംബത്തിലേക്ക് എത്തട്ടെ. അതോടൊപ്പം തന്നെ ബാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. അത് എത്രയും പെട്ടെന്ന് അവരെ കണ്ടെത്താൻ സാധിക്കട്ടെ എന്നുള്ളതാണ്. ഒരുപാട് പേര് ആ നാട് മൊത്തം ആ ഒളിച്ചോടിയ അവർക്ക് വേണ്ടിയിട്ടുള്ള തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രധാന വാർത്തകൾ നേരത്തെ അറിയുന്നതിന് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്ക്. ഒപ്പം ബെൽ ബട്ടൺ കൂടി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാനിടുന്ന ഓരോരോ വീഡിയോസുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തും. അപ്പം മറക്കണ്ട, ചാനൽ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ വിവരം കിട്ടിയാൽ തീർച്ചയായിട്ടും കണ്ടെത്തി കഴിഞ്ഞാലൊക്കെ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാം കേട്ടോ. കാരണം നിങ്ങളെപ്പോലെ തന്നെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കൂടുതൽ അറിവുകൾ കിട്ടുമ്പോൾ ഞാനിന്ന് അവിടെ പോകുന്നുണ്ട്. പോയിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിഞ്ഞിട്ട് തീർച്ചയായിട്ടും ലൈവിലോ അല്ലെങ്കിൽ വീഡിയോ ഇട്ടിട്ടോ വരണ്ട കേട്ടോ. ഓക്കെ, വീണ്ടും കാണാം. ബൈ.